ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാതനിക്കുണ്ട്. പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാതനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസംഭവമായി യാതനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസംഭവമായി യാതനിക്കുണ്ട്. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നും. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദാവീദ് രാജാവിൻ്റെ ജീവിത സായാഹ്നത്തിൽ ദാവീദ് തിരിഞ്ഞു നോക്കി, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി അയവറക്കുന്നതായ ആത്മീയ അനുഭവങ്ങളും ആത്മീയമായി ദാവീദിന് പറ്റിയതായ പാളിച്ചകളും ദൈവം കൊടുത്ത ജയവുമെല്ലാമാണ് 18-ാം സങ്കീർത്തനത്തിലുള്ളത്. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിലും അതെല്ലാം പറയുന്നുണ്ട്. 18-ാം സങ്കീർത്തനം 16, 17, 18 വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സാധു സുന്ദർ സിംഗ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ച ചില പാഠങ്ങൾ മാത്രമുള്ളത്. അദ്ദേഹം അതിലൊരു അനുഭവം പറയുന്നുണ്ട്. ഒരു രാജാവ് തൻ്റെ പ്രജകൾ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി വേഷം മാറി പുറപ്പെടുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ, നല്ല വൃദ്ധനാണ്, ഒരു കാളയെയും കൊണ്ട് വയലിലേക്ക് പോകുന്നു. പുറത്ത് നല്ല ചുമടുമുണ്ട്. രാജാവ് ഈ വൃദ്ധനെ എൻ്റെ പുറകെ പോയി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഈ പുറകെ ചുമട്, വേറെ ആരുമില്ലേ, സഹായിക്കാൻ ആരുമില്ലേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ കഥയെല്ലാം പറഞ്ഞു. 2 മക്കളുണ്ടായിരുന്നു, 2 പേരെയും അന്യായമായി അവർ ഉപദ്രവിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് രാജാവിനെ അറിയിക്കാൻ മേലായിരുന്നു? രാജഭരണം നിലവിലുള്ള കാലമാണ്. മക്കളെ ജയിലിലാക്കിയപ്പോൾ അന്യായമാണ്, അത് രാജാവിനെ ഒന്നും അറിയിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, രാജാവിനെയൊക്കെ എങ്ങനെ കാണാൻ സാധിക്കും? എന്നെ പോലെയുള്ള ഒരാൾക്ക് രാജാവിനെയൊക്കെ കാണാൻ പറ്റുമോ? അവരൊക്കെ ഉന്നതരല്ലേ, ഉയർന്നവരല്ലേ. അതുകൊണ്ട്
എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. രാജാവിന് ആ വൃദ്ധനോടൊരു സഹതാപം തോന്നിയിട്ട് രാജാവ് പറഞ്ഞു, എന്നാൽ ഇനിയുള്ള കാലം കൊട്ടാരത്തിൽ വന്ന് വസിക്കാവോ എന്ന് ചോദിച്ചു. കൊട്ടാരത്തിൽ വന്ന് വസിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, അല്ല, കൊട്ടാരത്തിൽ സങ്കടങ്ങളുണ്ടോ? സങ്കടങ്ങളുണ്ട്. ദുഃഖമുണ്ടോ? ദുഃഖമുണ്ട്. മരണമുണ്ടോ? മരണമുണ്ട്. പിന്നെ ഞാൻ എന്തിനാ കൊട്ടാരത്തിലേക്ക് വരുന്നത്? ഞാൻ താമസിക്കുന്ന എൻ്റെ കൊച്ചു വീട്ടിലും ഇതൊക്കെ തന്നെയുണ്ട്. കഷ്ടവുമുണ്ട്, ദുഃഖമുണ്ട്, മരണമുണ്ട്. കൊട്ടാരത്തിലും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ കൊട്ടാരത്തിലേക്ക് വരുന്നത്? എൻ്റെ കൊച്ചു വീടാണെങ്കിലും ദാരിദ്ര്യമുള്ള വീടാണെങ്കിലും എൻ്റെ വീട്, എൻ്റെ ഈ കൊച്ചു ദാരിദ്ര്യമുള്ള വീട് എന്നെ ആത്മീയം പഠിപ്പിച്ച വീടാണ്. എന്നെ ഈ ആത്മീയം പഠിപ്പിച്ച വീടാണ്. അതുകൊണ്ട് ഞാൻ കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ വൃദ്ധനായ മനുഷ്യൻ്റെ ആ വീടിനെ കുറിച്ചുള്ളതായ ആ സങ്കല്പം, ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം എന്ന് പറയുന്ന പോലെ. അതൊരു സ്കൂളല്ല. എൻ്റെ വീട്, അവിടുത്തെ ദുഃഖങ്ങൾ, അവിടുത്തെ ഞെരുക്കങ്ങൾ, അവിടുത്തെ കഷ്ടങ്ങൾ, ഇതെല്ലാമാണ് എന്നെ ആത്മീയം പഠിപ്പിച്ചതെന്ന്. എൻ്റെ വീടാണ് എൻ്റെ വിദ്യാലയം, എൻ്റെ ആത്മീയ വിദ്യാലയം എൻ്റെ വീടാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയൊരു ചിന്താഗതിയാണ്, ഉദാത്തമായൊരു ചിന്താഗതിയാണ്. എൻ്റെ ഭവനം എൻ്റെ ആത്മീയ കളരിയാണ്. ഞാൻ ആത്മീയം പഠിക്കുന്ന സ്ഥലമാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം വരുന്തോറും ഭവനത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ സങ്കല്പം തന്നെ അങ്ങ് മാറും. ആ രാജാവ് പിന്നെയും ചോദിച്ചു, അങ്ങ് ദരിദ്രനല്ലേ? ദാരിദ്ര്യമില്ലേ? ആ വൃദ്ധനായ മനുഷ്യൻ ഉടനെ പറഞ്ഞു, പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ദരിദ്രനാണ്. I am poor in wealth, rich in peace. സമാധാനത്തിൽ ഞാൻ സമ്പന്നനാണ്. പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ദരിദ്രനാണ്, പക്ഷേ സമാധാനത്തിൽ ഞാൻ സമ്പന്നനാണ്. ദൈവമക്കളെ, പണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ദാരിദ്ര്യമുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെയും അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, എൻ്റെ ജീവിതത്തിൽ സംതൃപ്തിക്ക് ഒരു കുറവുമില്ല. ഞാൻ തൃപ്തനാ. ഇപ്പോൾ ഉള്ളതിൽ തൃപ്തനാ. ഇപ്പോഴുള്ള എൻ്റെ ജീവിത സാഹചര്യത്തിൽ എൻ്റെ മക്കളൊക്കെ മരിച്ചു. ഇപ്പോൾ എനിക്ക് ആരുമില്ല. ഞാൻ ഈ കാളയും കൊണ്ട് പോണത് വിത്ത് വിതയ്ക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാ. കൊട്ടാരത്തിൽ വന്നാലും മരണമുണ്ട്, അവിടെ ജീവിച്ചാലും ദുഃഖങ്ങളുണ്ട്, അവിടെ എത്തിയാലും തൃപ്തിക്കുറവുണ്ട്. പക്ഷേ എൻ്റെ വീടെന്നെ സന്തോഷം സംതൃപ്തി എന്തെന്നും ഞാൻ പഠിച്ചു. ആ വൃദ്ധൻ പറഞ്ഞു, ഞാൻ വിതയ്ക്കാൻ പോവുക. ഞാൻ വിതയ്ക്കുന്ന വിത്തെല്ലാം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അതിന് മുള വരും എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം എന്നെയും ഈ മണ്ണിൽ വിതയ്ക്കും, ഞാനും മരിക്കും, ഞാനും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. രാജാവേ, ഈ സന്ദേശം കേട്ട പിന്നെയാണ് സന്തോഷം എന്തെന്നും സമാധാനം എന്തെന്നും ഞാൻ പഠിച്ചതെന്നും. ദൈവമക്കളെ, അതാണ് യാഥാർത്ഥ്യം. സമാധാനം എന്താണെന്നും സന്തോഷം എന്തെന്നും അത് രാജകൊട്ടാരമല്ല, എൻ്റെ വീടെന്നെ ആത്മീയം പഠിപ്പിച്ചു. ഞാൻ ഈ മണ്ണിൽ വിതയ്ക്കപ്പെടും. ഒരു ദിവസം കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ ഞാൻ ഈ മണ്ണിൽ ഉയർത്തെഴുന്നേൽക്കും. ഈ ആത്മീയം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ആത്മീയം എൻ്റെ ഉള്ളിലുണ്ട്. ഈ സത്യാത്മീയം എൻ്റെ സിരകളിൽ ഉള്ളത് കൊണ്ട് സന്തോഷം എന്തെന്നും സംതൃപ്തി എന്തെന്നും എനിക്കിന്ന് വ്യക്തമായിട്ട് അറിയാൻ രാജാവേ, ഞാൻ കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരനായ ദാവീദ് അയവിറക്കിയതുപോലെ ദാവീദിൻ്റെ ഒരു അനുഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു വാക്ക്, അതെന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും പറയുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞ ഒരു വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം.
അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 36-ാമത്തെ വാക്യം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് എന്താ ചെയ്തത്? താൻ ജീവിച്ച കാലത്ത് തൻ്റെ ഓരോ ആവശ്യങ്ങളും തൻ്റെ ഓരോ അത്യാവശ്യങ്ങളിലും മനുഷ്യരോട് ആലോചന ചോദിച്ചില്ല. മനുഷ്യരെടുക്ക ചെന്ന് എന്ത് ചെയ്യണം, എന്താ വേണ്ടത്, എങ്ങനെയാ പോകേണ്ടത്, മനുഷ്യരോട് ആലോചന ചോദിച്ചില്ല. പിന്നെ ആരോട് ആലോചന ചോദിച്ചു? ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തോട് ആലോചിച്ച് ജീവിച്ചു. ദൈവത്തോട് ചോദിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവമേ, സ്വന്തം ഇഷ്ടം നടക്കരുത്. ദൈവമക്കളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തം ഇഷ്ടം നടക്കരുത് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ഇഷ്ടം നടക്കരുതെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? നിങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ചാകട്ടെ, നിങ്ങളുടെ ഭവനം സംബന്ധിച്ചാകട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചാകട്ടെ, നിങ്ങളുടെ ഏത് കാര്യം സംബന്ധിച്ചാകട്ടെ, നിങ്ങൾക്ക് കർത്താവെ നിന്റെ ആലോചന പ്രകാരം നടത്തണം, നിന്റെ ആലോചന പ്രകാരം എന്നെ നടത്തണം, ആ ഒരു നിർണയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അങ്ങനെ ഒരു വ്യക്തമായ ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? എങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലോചന ലഭിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദലാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആലോചന പ്രകാരം ജീവിക്കാൻ സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം എനിക്ക് ജീവിക്കണമെന്ന് നിർണയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആലോചന വരും, ദൈവത്തിൻ്റെ ആലോചന കിട്ടും. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു, മരിച്ചു, ദ്രവിച്ചു, അടക്കി. പ്രിയപ്പെട്ടവരെ, അതിലുപരി എന്താ വേണ്ടത്? നമുക്ക് ജീവിതത്തിൽ അതാണ് വേണ്ടത്. ദൈവത്തോട് ആലോചിച്ച് ജീവിച്ചു. ഓരോ ദിവസവും, ഓരോ നിർണായക സമയത്തല്ല, ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല, ഓരോ ദിവസവും കർത്താവെ എങ്ങനെയാണ്, എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യം ചെയ്യേണ്ടത്, എന്താണ് നീ എനിക്ക് തരുന്ന ആലോചന? ഇപ്രകാരം ദൈവസന്നിധിയിൽ ആ എളിമയോടുകൂടെ ജീവിക്കുക, ആ എളിമയോടുകൂടെ പ്രാർത്ഥിക്കുക. 18-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ടല്ലോ. 18-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ദാവീദ് പറയും, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദിന് നല്ല ഉറപ്പാ, ഞാൻ എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. കഷ്ടകാലത്ത് എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എന്തുകൊണ്ടാണ് ദാവീദിന് ഈ ഉറപ്പുള്ളത്? എന്തുകൊണ്ടാണ് ഞാൻ നിലവിളിച്ചപ്പോൾ ദൈവം കേട്ടു എന്ന് ഉറപ്പുള്ളത്? എന്തുകൊണ്ടാണ്? ദാവീദ് ആരെയും പോരിന് വിളിച്ചില്ല, വെല്ലുവിളിച്ചില്ല, ആരെയും തോൽപ്പിക്കണമെന്ന് ദാവീദ് ആഗ്രഹിച്ചില്ല, ആരെയും തോൽപ്പിക്കണമെന്ന് ദാവീദ് ആഗ്രഹിച്ചില്ല. ദാവീദിനെ തോൽപ്പിക്കണമെന്ന് പലരും ആഗ്രഹിച്ചു, പക്ഷെ ആരെയും തോൽപ്പിക്കണമെന്ന് ദാവീദ് ആഗ്രഹിച്ചില്ല. ദൈവമക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ആരെയെങ്കിലും ഉള്ളം കൊണ്ട് എതിർക്കുന്നുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും എതിരാണോ? ആർക്കെങ്കിലും എതിരായിട്ടുള്ള മനസ്സും മനോഭാവവും നിങ്ങൾ ഉള്ളിൽ വയ്ക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ, നിങ്ങളുടെ സ്വന്തത്തിലുള്ളവരായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, നിങ്ങളുടെ മാതാപിതാക്കന്മാരോ പാരൻസോ ഇൻലോസോ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും എതിരാണോ? ദാവീദിനെ നിങ്ങൾ നോക്കിയാൽ കാണാം, ദാവീദിന് ആരോടും ഒരു അസൂയയില്ല. അസൂയ എന്ന് പറയുന്നത് ദാവീദിനെ തൊട്ടിട്ടില്ല. ഒരു മനുഷ്യനോടും അസൂയയില്ല. ദൈവം ഉയർത്തുന്നവർ ഉയരുന്നു, ദൈവം എന്നെ ഉയർത്തിയാൽ ഞാൻ ഉയരും. ആരോടും ഒരു അസൂയയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? ഒരു മനുഷ്യനോടും അസൂയയില്ല. അന്ന് രാജാവായവരുണ്ട്. ആരോടും അസൂയ എന്ന് പറയുന്നത് ദാവീദിന് അല്പം പോലും ഇല്ല, ആരോടുമില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കും. ദൈവമക്കളെ, ആ ജീവിതമാണ് യഥാർത്ഥമായ ഭക്തൻ്റെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. മാത്രമല്ല, ദാവീദിന് നികളമെന്നോ പൊങ്ങച്ചമെന്നോ പറയുന്നത് അല്പം പോലും ഇല്ല. നോ ഷോ. ഒരു ഷോ കാണിക്കുന്ന ആളല്ല ദാവീദ്. ശലോമോനൊക്കെ ഷോയുടെ ആൾക്കാരായിരുന്നു. പക്ഷേ ദാവീദിന് യാതൊരു ഷോയുമില്ല. ഒരു പൊങ്ങച്ചം എന്ന് പറയുന്നത് അവനിലില്ല. അതവൻ്റെ രക്തത്തിലില്ല. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും ഇല്ല.
പൊങ്ങച്ചു എന്ന് പറയുന്നത് ദാവീദിനെ തൊട്ടിട്ടില്ല. ദൈവമക്കളെ, അങ്ങനെയാണോ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്? ആ ഹൃദയമെല്ലാം ദാവീദിനുള്ളത് കൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ കഷ്ടകാലത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കഷ്ടകാലത്തെ എങ്ങനെ ഫേസ് ചെയ്തു? ദാവീദിൻ്റെ ദുഃഖകാലത്തെ എങ്ങനെ ഫേസ് ചെയ്തു? ദാവീദിൻ്റെ ഞെരുക്കത്തിൻ്റെ കാലത്തെ ദാവീദ് എങ്ങനെ ഞാൻ അതിനെ തരണം ചെയ്തു? ഇതാണ് ദാവീദ് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ നിലവിളിച്ചു, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ചെവിയിൽ എത്തി. മറുപടി കിട്ടിയോ എന്നില്ലയോ എന്ന് ദാവീദ് പറയണില്ല. മറുപടി കിട്ടിയോല്ലോ എന്നുള്ളത് ദാവീദ് ചിന്തിക്കുന്നില്ല. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. പ്രിയപ്പെട്ടവർ, എന്താ ചെയ്തത്? ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു, പ്രാർത്ഥന ദൈവത്തിൻ്റെ ചെവിയിലെത്തി. അത്രയും കാര്യം ദാവീദിന് ഉറപ്പാണ്. പിന്നത്തെ കാര്യം ദാവീദിന് അറിയാൻ മേല. ഇവിടെ ഒരു അപ്പോസ്തലനായ പൗലോസ് തന്നെയല്ലേ പറയുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്, അറിയിക്കത്രേ വേണ്ടത്. പിന്നെ അതിന് മറുപടി തരുന്നത് ദൈവമാണ്. അത് ദൈവത്തിൻ്റെ സമയത്താണ്, അത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ്. വിശ്വാസികളായി നമ്മുടെ മുൻപിലുള്ള വിളി എന്താണ്? നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. അത് തന്നെയാണ് ദാവീദ് പറയുന്നത്, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ ചെവിയിൽ എത്തി. ദൈവത്തിന് സ്തോത്രം. നല്ല ഉറപ്പാണ്. കാരണം ദാവീദിനറിയാം, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കുമെന്ന്. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും. ആത്മീയ പ്രാഗൽഭ്യമുണ്ട് ദാവീദിന്. ആത്മീയ പ്രാഗൽഭ്യം ഉണ്ടെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മീയമായ പ്രാഗൽഭ്യം എന്താണ്? ദാവീദിൻ്റെ ആത്മീയ പ്രാഗൽഭ്യം 139 സങ്കീർത്തനം ആദ്യത്തെ 4 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാവീദിൻ്റെ പ്രാഗൽഭ്യത്തിൻ്റെ സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. 139 സങ്കീർത്തനം നിങ്ങളുടെ സങ്കീർത്തനമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു കേൾക്കണം. എന്താണ് ആ സങ്കീർത്തനം? 139 സങ്കീർത്തനം ആദ്യത്തെ 4 വാക്യം ഒന്ന് വായിച്ചു കേട്ടെ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ദൈവം അറിയാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത, ദൈവം അംഗീകരിക്കാത്ത ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേൽ ഇല്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, ഞാൻ റെസ്റ്റ് എടുത്തിരിക്കുകയാണോ, ഞാൻ അസുഖമായിട്ട് കിടക്കുകയാണോ, ഞാൻ വിശ്രമിച്ച് കട്ടിലേക്ക് കിടക്കുകയാണോ, അതോ ഞാൻ അധ്വാനിച്ചുകൊണ്ട് അടുക്കളയിലോ പറമ്പിലോ ഞാൻ എവിടെയെങ്കിലും നിൽക്കുകയാണോ, അധ്വാനിച്ചുകൊണ്ട് നിൽക്കുകയാണോ, എല്ലാം എൻ്റെ ദൈവത്തിനറിയാം. അതെല്ലാം എൻ്റെ ദൈവത്തിനറിയാം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അവനറിയാം. എല്ലാം എൻ്റെ ദൈവത്തിനറിയാം. അവൻ എന്നെ ശോധന ചെയ്തിട്ടുണ്ട്. അവൻ എന്നെ കൃത്യമായിട്ട് അവൻ എൻ്റെ ഹൃദയം പരിശോധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ഹൃദയം ദൈവം ശോധന ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ദൈവം എൻ്റെ ഹൃദയത്തെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുന്നത്. ആ പ്രാഗൽഭ്യം ദൈവം എന്നെ പരിശോധിച്ചു. ആ പ്രാഗൽഭ്യം ദൈവമക്കളെ എക്സ്റേ എടുത്തു, പിന്നെ സ്കാനിങ് എടുത്തു, പിന്നെ MRI എടുത്തു, പിന്നെ കൊളോണോസ്കോപ്പി നോക്കി, എൻഡോസ്കോപ്പി നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ പറയുക രോഗമില്ല എന്ന് പറഞ്ഞാൽ രോഗി കിട്ടുന്നതായ ഒരു കോൺഫിഡൻസ് അതെന്താണ്? ഡോക്ടർ പരിശോധിച്ചു, എക്സ്റേ മെഷീൻ പരിശോധിച്ചു, പിന്നെ യന്ത്രങ്ങളൊക്കെ പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല, ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ കുഴപ്പം പരിശോധിക്കുന്നവൻ ആരാണ്? മനുഷ്യ, നിന്റെ ദുഷ്ടഹൃദയത്തെ പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യഹൃദയം പോലെ ചീഞ്ഞ വേറൊരു സാധനമില്ല. മനുഷ്യഹൃദയം പോലെ ചീഞ്ഞു നാറുന്ന വേറൊരു വസ്തുവില്ല. ആ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവം എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചു. അതാണ് ദാവീദിൻ്റെ പ്രാഗൽഭ്യം. ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ വാഹനം ഓടിക്കുന്നവരുണ്ട്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെന്താ ചെയ്യേണ്ടത്? യാത്ര ചെയ്യണമെന്ന് എന്ത് ചെയ്യണം?
സൗമ്യമായിട്ട് അവിടെ ഇരുന്ന് സ്നേഹത്തോടെ വല്ലതും സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് വിശ്രമിച്ചിരിക്കണം. അതാണ് യാത്രക്കാരൻ ചെയ്യേണ്ട കാര്യം. അത്രയേ ഉള്ളൂ. സൗമ്യമായിട്ടിരിക്കുക, സ്നേഹമായിട്ട് സംസാരിക്കുക, വിശ്രമിച്ചിരിക്കുക. വണ്ടി ഓടിക്കണ ആൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ബ്രേക്ക് വെട്ടേണ്ടടുത്ത് ബ്രേക്ക് വെട്ടണം, നിർത്തേണ്ടടുത്ത് നിർത്തണം, എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതമാകുന്ന ആ പടകിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവറാണോ യാത്രക്കാരനാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതം നിങ്ങളാണോ ഓടിക്കുന്നത് അതോ ദൈവമാണോ ഓടിക്കുന്നത്? ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക, വിശ്രമിക്കുക. ദൈവം ചില സമയത്ത് നിർത്തും. നിർത്തുന്നവിടെ ദൈവം നിർത്തും. അപ്പോൾ അവിടെ നിൽക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. പ്രിയപ്പെട്ടവരെ, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ദൈവം അറിയാത്തവരല്ല. നിങ്ങൾ ജീവിതം ക്രിസ്തുവിന് കൊടുത്തവരെങ്കിൽ നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനൊരു ദൈവമുണ്ട്. പാർക്കേണ്ട വീട്ടിൽ പാർപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ ആഹാരം തരുന്ന ദൈവമുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞിനും കടലിലെ മത്സ്യത്തിനും വേണ്ട കാട്ടിലെ മൃഗത്തിനും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമുണ്ട്. മകളെ, നിനക്ക് തരാൻ ദൈവം കണ്ടിട്ടുള്ള ആഹാരം നിനക്ക് തരും. തന്നിട്ടുള്ള വീട് നിനക്ക് തരും. കണ്ടിട്ടുള്ള ഭർത്താവിനെ നിനക്ക് തരും. കണ്ടിട്ടുള്ള കുഞ്ഞിനെ നിനക്ക് തരും. കണ്ടിട്ടുള്ള ജോലി നിനക്ക് തരും. കണ്ടിട്ടുള്ളതായ സകല നന്മയും നിനക്ക് തരും. ഒരു നന്മയും മുടക്കുകയില്ല. നീ ദൈവസന്നിധിയിൽ വിശ്വസനായിട്ട് ഇരിക്കുകയത്രേ വേണ്ടത്. സഹോദരങ്ങളെ, ദാവീദിന് നിരാശയില്ല. ദാവീദ് അലസനായിട്ടിരിക്കുകയില്ല. ദാവീദ് എപ്പോഴും ഉത്സാഹമുള്ളവനാണ്. ദാവീദ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ജീവിച്ചു പോകുന്ന വ്യക്തിയാണ്. വാർദ്ധക്യം വരെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുക. ദാവീദിന് നിരാശപ്പെടാൻ പല കാര്യങ്ങളും ഉണ്ടായി കേട്ടോ. നിരാശപ്പെടാൻ പല കാര്യങ്ങളും ദാവീദിനുണ്ടായി. ഒരു കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കണം. ദാവീദ് മനുഷ്യനെ ആശ്രയിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം എടുക്കാം. 20-ാം അധ്യായത്തിന്റെ 1:33 വായിച്ചു നോക്കാം. ദാവീദ് രാമയിലെ നരിയോത്തിൽ നിന്ന് ഓടി യോനാഥാന്റെ അടുക്കൽ ചെന്നു. ഞാൻ എന്തു ചെയ്തു? എൻ്റെ കുറ്റം എന്ത്? നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കേണ്ടതിന് അവനോട് ഞാൻ ചെയ്ത പാപം എന്ത് എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ദാവീദിന് രക്ഷപ്പെടാൻ ആഗ്രഹം. ശൗല് കൊല്ലാൻ വരുന്നു. എങ്ങനെയാണ് ഈ ശൗലിനെ അതിജീവിച്ച് പോകുക? ശൗൽ രാജാവിനെ അതിജീവിക്കാൻ ദാവീദ് കണ്ടുപിടിച്ച വഴി ശൗലിൻ്റെ മകനായ യോനാഥാനോട് നല്ല മനുഷ്യനാണ്. അവനുമായിട്ട് അവൻ കൂട്ടിലാകുക, അവനുമായിട്ട് സ്നേഹത്തിലാകുക, അവനോട് ചോദിക്കുക എൻ്റെ കുറ്റം എന്താ, അതിൻ്റെ അപ്പനോടൊന്ന് ചോദിക്കുക, അവനോടൊന്ന് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ദാവീദ് ശൗലിനെ ജയിക്കണം, ശൗലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് ശൗലിൻ്റെ മകനായ യോനാഥാനിൽ ദാവീദ് അങ്ങ് ആശ്രയിച്ചു. അവനോട് ആലോചന ചോദിച്ചു. 33-ാമത്തെ വാക്യം വായിച്ചു നോക്കൂ. 33-ാമത്തെ വാക്യം. അപ്പോൾ ശൗൽ അവനെ കൊല്ലുവാൻ അവന്റെ നേരെ കുന്തം ചാടി. അതിനാൽ തൻ്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് യോനാഥാൻ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ കരച്ചിൽ കണ്ട് യോനാഥാൻ ചെന്ന് അപ്പനോട് ശുപാർശ ചെയ്യാൻ തുടങ്ങി. അയ്യോ, ദാവീദ് നല്ലവനാ, ദാവീദ് കുഴപ്പമില്ലാത്തവനാ, നല്ലവനാണപ്പ, എന്തിനാണ് അവനെ കൊല്ലാൻ പോണത്? അങ്ങനെ ദാവീദിന്റെ അപേക്ഷ കേട്ട് നല്ല മനുഷ്യനായ യോനാഥാൻ ചെന്ന് അപ്പനോട് ദാവീദിന് വേണ്ടി കെഞ്ചി ചാദിക്കാൻ തുടങ്ങി. അപ്പൻ എന്ത് ചെയ്തു? അവന്റെ നേരെ കുന്തമെറിഞ്ഞു. ദാവീദിനെ രക്ഷിക്കാൻ നോക്കിയ സ്വന്തം മകന്റെ നേരെ അപ്പൻ കുന്തമെടുത്ത് ഒരു ഏറ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അവന് മനസ്സിലായി അപ്പൻ ദാവീദിനെ കൊന്നേ അടങ്ങുകയുള്ളൂ എന്ന്. 41-ാമത്തെ വാക്യം വായിക്കാം. 41-ാമത്തെ വാക്യം. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്ക് വശത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്തു. ദാവീദും യോനാഥാനും കൂടെ ചുംബനം ചെയ്തു, കരഞ്ഞു. ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അമ്പെ പരാജയപ്പെട്ടുപോയി. അമ്പെ പരാജയപ്പെട്ടുപോയി. ദാവീദ് മനുഷ്യരിൽ ആശ്രയിച്ചു, അമ്പെ പരാജയപ്പെട്ടു, ദുഃഖിച്ചു, കരഞ്ഞു, ശുപാർശ അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദാവീദ് ഏറ്റവും നല്ലൊരു ആശ്രയം, രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം, ശൗൽ രാജാവിൻ്റെ മകനെ തന്നെ പിടിച്ചു. രക്ഷവിട്ടില്ല. അവസാനം സങ്കടത്തിൽ
ദുഃഖിച്ചു പിരിഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മകൻ്റെ കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. എന്നെയും നിങ്ങളെയും ആപത്തിൽ നിന്ന്, അത്യാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, കൗശലങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു നല്ല മകനുണ്ട്. അവനത്രേ സ്വർഗീയ പിതാവിൻ്റെ മകൻ, അവനത്രേ കാൽവരിയിൽ ജീവൻ നിന്നവനായ ആ കർത്താവായ യേശു ക്രിസ്തു. ആ മകനാണ് രക്ഷകൻ, അവനത്രേ വീണ്ടെടുപ്പുകാരൻ. നിങ്ങൾ അവനിലാണ് ആശ്രയിക്കേണ്ടത്. നമ്മുടെ തലകളെ നമുക്കൊന്ന് വണക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ യോനാഥാനെ പോലെയല്ല. അവൻ രക്തം കൊടുത്താണ് വിലയ്ക്ക് മേടിച്ചത്. യോനാഥാന് ദാവീദിന് പകരം രക്തം കൊടുക്കാൻ പറ്റുകയില്ല. യോനാഥാൻ്റെ രക്തത്തിന് അത്രയും വിലയുള്ളൂ. എന്നാൽ എൻ്റെ യേശുവിൻ്റെ രക്തം വിലയേറിയതാണ്. അത് വിലയുള്ള രക്തമാണ്, അത് വിലയേറിയ രക്തമാണ്. ആ മകനെ ആശ്രയിച്ചാൽ നീ ലജ്ജിച്ചു പോകുകയില്ല. അവനോട് ഹൃദയം പകർന്നാൽ ലജ്ജിച്ചു പോകുകയില്ല. അവന് നിന്റെ സങ്കടം പറഞ്ഞാൽ ലജ്ജിച്ചു പോകുകയില്ല. അവനോട് നീ ശുപാർശ പറഞ്ഞാൽ ലജ്ജിച്ചു പോകുകയില്ല. അവൻ നിന്റെ വിടുതൽ തരുന്നവനാണ്, അവൻ ആശ്വാസം തരുന്നവനാണ്, അവൻ ലജ്ജിപ്പിക്കുന്നവനല്ല, അവൻ പരിഹാരം തരുന്നവനാണ്. മകളെ, നിനക്ക് പരിഹാരമുണ്ട്. മകനെ, നിനക്ക് പരിഹാരമുണ്ട്. നിനക്ക് അവനിൽ ആശ്രയിക്കാം, ലജ്ജിച്ചു പോകുകയില്ല. മനുഷ്യനിൽ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിപ്പീൻ, കുരിശിൽ ആശ്രയിപ്പീൻ, കുരിശിൽ മരിച്ചവരിൽ ആശ്രയിപ്പീൻ, അവന്റെ തിരുരക്തത്തിൽ ആശ്രയിപ്പീൻ, അവന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിപ്പീൻ, അവന്റെ വചനത്തിൽ ആശ്രയിപ്പീൻ, അവന്റെ ആത്മാവിൽ ആശ്രയിപ്പീൻ, അവന്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുവീൻ, അവനോട് ഹൃദയം പകരുവീൻ. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നല്ല ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടല്ലോ കർത്താവേ. ദാവീദ് തോറ്റുപോയ രംഗത്ത് ഞങ്ങൾക്ക് ഉറപ്പായൊരു വിജയമുണ്ടല്ലോ. യേശു എന്ന മകൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങളുടെ ഹൃദയം പകരുന്നു കർത്താവേ. നിന്നോട് ഞങ്ങൾ സങ്കടങ്ങൾ പകരുന്നു. പരിഹാരം തരണമേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ. കൃപയോടെ മനസ്സലിഞ്ഞ് ഞങ്ങളെ ഒന്ന് നോക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഭാരം അറിയിച്ചു കഴിഞ്ഞു കർത്താവേ. തക്ക സമയത്ത് തക്കതുപോലൊരു വിടുതൽ നിന്ന് നിന്റെ മക്കളുടെ കണ്ണുനീര് തുടച്ച് ഞങ്ങൾക്ക് ആശ്വാസം തരണമെന്ന് കുരിശിൽ മരിച്ച യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.